വേഗത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. മറ്റെല്ലാവരെയും പോലെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനുമെന്ന് ജാമ്യ ഹർജി നൽകിയാൽ 4-ാം ദിവസം മാത്രമേ വാദം കേൾക്കാൻ കഴിയൂവെന്നും ഹൈക്കോടതി. പോലീസിന്റെ വിശദീകരണം കിട്ടിയ ശേഷം ചൊവ്വാഴ്ചയായിരിക്കും ഹർജി പരിഗണിക്കുക. ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കുക, വേഗത്തിൽ ജയിലിന് പുറത്തുവരിക, ഇതിനുള്ള നീക്കങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. എന്നാൽ ഹൈക്കോടതി വഴങ്ങിയില്ല. ബോബിക്കിവിടെ പ്രത്യേക പരിഗണനകളൊന്നുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പതിവ് പോലെ ജാമ്യ ഹർജി 4-ാം നാൾ പോലീസ് വിശദീകരണത്തോടെ കേൾക്കാമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അറിയിച്ചു. ഇതോടെ ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ B രാമൻപിള്ള ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റിനെതിരെ തിരിഞ്ഞു. ഹണി റോസിന്റെ രഹസ്യമൊഴിയെടുത്ത മജിസ്ട്രേറ്റ് തന്നെയാണ് ജാമ്യ ഹർജിയും കേട്ടത്. ഇത് പാടില്ലാത്തതാണ്. ഞങ്ങൾ കൊണ്ടുവന്ന രേഖകൾ പരിശോധിക്കാൻ പോലും മജിസ്ട്രേറ്റ് തയ്യാറായില്ലെന്നും B രാമൻപിള്ള പരാതിപ്പെട്ടു. ഇതെല്ലാം ചൊവ്വാഴ്ച പരിശോധിക്കാമെന്നായിരുന്നു കോടതിയുടെ മറുപടി. തിങ്കളാഴ്ചയെങ്കിലും ഈ ഹർജി പരിഗണിക്കാൻ കഴിയുമോ എന്ന് പ്രതിഭാഗം ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അതും അംഗീകരിച്ചില്ല. അതായത് ഒരു തരത്തിലുള്ള പ്രത്യേക പരിഗണനയും അനുവദിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു ഹൈക്കോടതി. പൊതുമധ്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധ കാട്ടണമെന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. ഇക്കാര്യം ബോബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇനി ആവർത്തിക്കില്ലെന്ന് താൻ കോടതിക്ക് ഉറപ്പു തരികയാണെന്നും B രാമൻപിള്ള അറിയിച്ചു. ചൊവ്വാഴ്ച വാദം കേട്ടാൽ അന്ന് തന്നെ കോടതി ഉത്തരവ് പറയണമെന്നില്ല. അതായത് ബോബി ചെമ്മണ്ണൂർ കുറച്ചു ദിവസം കൂടി കാക്കനാട് ജില്ലാ ജയിലിൽ തുടരുമെന്നർത്ഥം. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.